ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. മെയ്യഴകൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നിരുന്നു. അതിന്റെ ഒരു ഫോട്ടോ ആണ് പോയി കാണിക്കുന്നത്. പിന്നെ 3 എന്ന് പറഞ്ഞിട്ടുള്ള പടം ധനുഷിന്റെ പഴയ പടമാണ്. അത് റിലീസിന് വരികയാണ് സെപ്റ്റംബർ 14. പിന്നെ പരാരി എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ശരിപ്പോത്ത ശനിവാരം എന്ന് പറഞ്ഞ പടത്തിന്റെ നോർത്ത് അമേരിക്കയിലുള്ള ഗ്രോസ് 1.5 മില്യൺ പ്ലസ് ആയിട്ടുണ്ട്. അതേമാതിരി 3 ദിവസം കൊണ്ട് 52.18 കോടിയാണ് നേടിയിട്ടുള്ളത്. 4 ദിവസം കൊണ്ട് 68.52 കോടിയാണ് നേടിയിട്ടുള്ളത്. 100 കോടി അടിക്കാനുള്ള പടമാണിത്. പിന്നെ സപ്തസാഗർ ദാച്ച് യെല്ലോ സൈഡ് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് 1 ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ 1 ഇയർ അതിൻ്റെ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ മാക്സ് എന്ന് പറഞ്ഞ കിച്ചാ സുധുവിൻ്റെ പടത്തിൽ നിന്ന് ആളുടെ ബർത്ത്ഡേ ആയിട്ട് മാക്സിമം മാസ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറക്കി. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നി, വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. എന്തായാലും ഇതിൻ്റെ റിലീസ് ഡേറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വിനായക ചതുർത്ഥിക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബില്ല രംഗ ഭാഷ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് ഒന്നും വരും എന്ന് പറഞ്ഞായിരുന്നു. അത് വന്നിട്ടുണ്ട്. ഒരു മോശം പോസ്റ്റ് പോലെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും 3 ക്യാരക്ടറാണ് ഉണ്ട് ഇതിൽ. ഇത് കണ്ടപ്പോൾ RRRൻ്റെ മാറ്റത്തെ എഴുത്തൊക്കെ ആയി തോന്നി. എന്തായാലും കുഴപ്പമില്ല. BRB ഫസ്റ്റ് ബ്ലഡ് അല്ലെങ്കിൽ ബില്ല രംഗ ഭാഷ ഫസ്റ്റ് ബ്ലഡ് അങ്ങനെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ സെപ്റ്റംബർ 4 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ ജോക്കർ എന്ന് പറഞ്ഞ പടം ഇറങ്ങാൻ ഇനി 1 മാസം കൂടി ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ വിശ്വം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ നാളെ 4/5 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ 35 ചിന്ന കഥക്കാട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ പടത്തിന് യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ആരംഭം തുളുമ്പും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറക്കി. പിന്നെ ലൂബർ പന്ത് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വിജയ് TV ആണ് എടുത്തിട്ടുള്ളതെന്ന് അറിയിച്ചു. അതേമാതിരി ഡിജിറ്റൽ റൈറ്റ്സ് Disney+ ഹോട്ട്സ്റ്റാറാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ സംരംഭമാണ് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാറിങ് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു പടത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് നാളെ നടക്കുന്നുണ്ട്. ടൈറ്റിൽ റിവീലിംഗ് ആണ്. എന്തായാലും 5 മണിക്കാണ് നാളെ പുറത്തിറക്കുക. പിന്നെ വാഴ എന്ന് പറഞ്ഞ പടം 25 കോടിയുടെ അടുത്തേക്ക് ആവാനായിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം. പിന്നെ ഈ പടത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ 37 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞ പടത്തിൻ്റെ തമിഴ്നാട് റിലീസ് ശ്രീലക്ഷ്മി മൂവീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ പടം ഇറങ്ങാൻ 25 ദിവസം കൂടി കഴിഞ്ഞ് ബാക്കിയുള്ളൂ. അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ പടത്തിലത്തെ അടുത്ത പാട്ട് ഡാവുഡി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. ഇതൊരു വേറെ ലെവല് തീ പാട്ടാണെന്നാണ് അനിരുദ്ധ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതും ജാൻവി കപൂറും ജൂനിയർ NTR കൂടിയിട്ടുള്ള പാട്ട് തന്നെയാണ്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞാൽ ഉണ്ണിമുന്തൻ്റെ പടം ഞാൻ പേഴ്സണലി നല്ല വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. വയലൻസ് പടം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വേറെ ലെവല് വയലൻസ് മലയാളത്തിലത്തെ. എന്തായാലും ഈ പടം പാക്കപ്പായി എന്നുള്ളത് ഞാൻ ഓൾറെഡി മുന്നേ അറിയിച്ചിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു ഗ്ലിംസുമായിട്ടൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ 100 ദിവസത്തെ ഷൂട്ട് 300ലും കൂടുതൽ ഫൈറ്റേഴ്സ് എന്നൊക്കെയാണ്. ആ ഫൈറ്റേഴ്സിനൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടുത്തി എന്നുള്ളതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിയുള്ള സൂര്യ ഒഫീഷ്യലി കൺഫേം ചെയ്തു. ഒക്ടോബർ 10 അപ്പോൾ കങ്കുവ ഉണ്ടാവില്ല. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിലത്തെ കുറേ ക്യാരക്ടർ പോസ്റ്റേഴ്സ് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നലെ ഒരാളുടെ പോസ്റ്റർ വന്നു. അത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ പോലെ തന്നെ ഉപേന്ദ്രയാണ്. എന്തായാലും ഉപേന്ദ്രയുടെ പേര് കലീഷ എന്നാണ് പടത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതും മുന്നത്തെ മാതിരി ബ്ലാക്ക് ഗോൾഡ് റെഡ് എഡിഷൻ തന്നെയാണ്. പിന്നെ ഇന്ന് 5 മണിയൊക്കെ ആയപ്പോൾ രജനീകാന്തിൻ്റെ പേരെന്താവും എന്നുള്ള ഗസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്തായാലും നിങ്ങളൊന്ന് ഗസ് ചെയ്യും. എന്തായാലും ഇപ്പോൾ പോസ്റ്റർ വന്നിട്ടുണ്ട് 1 2 3. നിങ്ങളുടെ ഗസ്സിങ്ങിൻ്റെ ടൈം കഴിഞ്ഞു. എന്തായാലും രജനീകാന്തിൻ്റെ പേര് ഇതിൽ ദേവ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പോസ്റ്റർ ഇതാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അജയൻ്റെ 2ാം മോഷണം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബഡ്ജറ്റ് വേറെ ലെവലായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്രക്കൊന്നുമില്ല. എന്നാലും വേറെ ലെവൽ തന്നെയാണ് മലയാളം ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ. എന്തായാലും 30 കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. CGIയും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് 30 കോടിയുടെ അടുത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഈ പടത്തിലത്തെ കിളിയെ പൂവേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 6 മണിക്ക് പുറത്തിറക്കി. പിന്നെ പടത്തിൻ്റെ മലേഷ്യയിലുള്ള റിലീസ് DMY എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അറ്റ്ലിയുടെ അടുത്ത പടം കമൽഹാസനും സൽമാൻ ഖാനും കൂടിയിട്ടുള്ള പടം എന്നാണ് കേൾക്കുന്നത്. അതിപ്പോൾ ഏകദേശം കൺഫേമായ രീതിയിലാണ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കണ്ടന്നെ അറിയണം. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ പടത്തിൽ നായികയായി എത്തുന്നത് തൃഷയാണ്, അജിത് കുമാറിൻ്റെ പേരായിട്ട്. അതേമാതിരി ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞ പടത്തിലും തൃഷനെയാണ് നായികയായി വരിക എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലവതി വിജയുടെ പടത്തിൻ്റെ റിലീസ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ടീമൊക്കെ ഈ ഇവൻ്റ് നടക്കുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടി. എന്തായാലും റിലീസ് ഇവൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ കേരളത്തിലുള്ള ബുക്കിംഗ് 1 തീയതി 11 മണി മുതൽ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഫാൻ ഷോണ് കാണാൻ പോകണത് 4 മണിക്കുള്ള പുലർച്ച. എന്തായാലും പടത്തിൻ്റെ റിവ്യൂ നേരത്തെ ഇടാൻ നോക്കാം. എന്തായാലും അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ ഉണ്ട് ബുക്കിംഗ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിലത്തെ പാട്ട് പുറത്തിറങ്ങിയിരുന്നു മട്ടെന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് തോന്നിയത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ഇൻ്റർവ്യൂസൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അർച്ചന കൽപ്പതി വെങ്കട്ട് പ്രഭുവിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് പടം ഇറങ്ങുന്നതിന് മുന്നേ. പിന്നെ ഈ പടം കേരളത്തിൽ 95% തിയേറ്ററിലും വ്യാഴാഴ്ച കളിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 700 സ്ക്രീനിലാണെന്നുള്ളത്. അതേമാതിരി 4000 ഷോയിലും കൂടുതൽ ഫസ്റ്റ് ഡേ ഉണ്ടാവും എന്നുള്ളത്. ഇതിൻ്റെ മുന്നേ ലീവ് ഇറക്കിയപ്പോൾ 655 സ്ക്രീനിലായിരുന്നു. അതിനായിട്ട് 45 സ്ക്രീൻ ഇപ്പോൾ ഓൾറെഡി കൂടുതലുണ്ട്. ഇനി എത്ര കൂടുന്നുള്ള കണ്ടറിയാം. പിന്നെ 1,25,000 കൂടുതൽ ടിക്കറ്റ്
കേരളത്തിൽ നിന്ന് മാത്രം വിറ്റ് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 കോടിയുടെ മുകളിലേക്ക് പ്രീ സെയിൽസ് കളക്ഷൻ മാത്രം ആയിട്ടുണ്ട് കേരളത്തിൽ. പിന്നെ കേരളത്തിൽ തന്നെ ഏരിയസ് ഫ്ലക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാത്രം 10 ലക്ഷം നേടിയിട്ടുണ്ട് ഫസ്റ്റ് ഡേയിൽ മാത്രം പ്രീ സെയിൽസിലൂടെ. പിന്നെ UK 43,500 കൂടുതൽ ടിക്കറ്റ്സ് വിറ്റ് പോയിട്ടുണ്ട്. പിന്നെ പടം IMAXനും പുറത്തിറങ്ങുന്നത് പറഞ്ഞിരുന്നു. അത് 140 സ്ക്രീനിലാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് കേൾക്കുന്നതാണ്, ഒഫീഷ്യലല്ല. പിന്നെ കാനഡയിൽ ഇതിൻ്റെ ഫ്ലാഗ് അല്ലെങ്കിൽ പോസ്റ്റർ പ്ലെയിനിൽ നിന്ന് ചാടിയിട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയായിരുന്നു. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നൊരു ഫോട്ടോ. പിന്നെ UK യൂറോപ്പിലത്തെ കൂടിയിട്ടുള്ള പ്രീ സെയിൽസ് മാത്രം 700K പ്ലസ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 6 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട്. അതേമാതിരി ഓവർസീസ് മൊത്തത്തിൽ 2 മില്യൺ പ്ലസ് ആയിട്ടുണ്ട് കളക്ഷൻ. എന്ന് വെച്ചാൽ 17 കോടിയുടെ അടുത്തായിട്ടുണ്ട്. എന്തായാലും തമിഴിൽ നിന്ന് രണ്ടാമത്തെ 100 കോടി കളക്ഷൻ നേടുന്ന പടമായിരിക്കും ഇതെന്നുള്ളതാണ് കേൾക്കുന്നത്. ഫസ്റ്റ് ലിയോയാണ് അടിച്ചിട്ടുള്ളത് 145 കോടിയായിട്ട്. സെക്കൻഡ് ഇത് അടിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. സ്ക്രീനോ കൂടുതലുണ്ടെങ്കിലും ലിയോയുടെ കളക്ഷൻ വെട്ടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. പിന്നെ അതിന് തമിഴ്നാട് റൈറ്റ്സ് 75 കോടിക്കായിട്ടാണ് എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. പടം നന്നായി കഴിഞ്ഞാൽ പുഷ്പം പോലെ അത് തൂക്കും, അത് വേറെ കാര്യം. പിന്നെ മൊത്തം പ്രീ സെയിൽസ് ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ 32.64 കോടിയുടെ മുകളിലേക്കായിട്ടുണ്ട്. പക്ഷേ നല്ല കളക്ഷൻ തന്നെയാണ്. ലിയോയുടെ അത്ര ഹൈപ്പ് ഇല്ലെങ്കിലും നല്ല കളക്ഷൻ തന്നെയാണ്. പിന്നെ പടത്തിൻ്റെ റൺ ടൈം ആയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മണിക്കൂർ 3 മിനിറ്റും 14 സെക്കൻഡ് എന്നുള്ള രീതിയിൽ. എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ 28 മിനിറ്റും 33 സെക്കൻഡാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേമാതിരി സെക്കൻഡ് ഹാഫ് 1 മണിക്കൂർ 34 മിനിറ്റും 40 സെക്കൻഡാണെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ മൊത്തം 3 മണിക്കൂറും 3 മിനിറ്റും 13 സെക്കൻഡും. അതിൽ ബ്ലൂപ്പേഴ്സ് ഉണ്ട്, അതും കൂട്ടിയിട്ടായിരിക്കും. പിന്നെ UK എക്സ്ട്രാ പ്രീമിയർ ഷോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സെയിലുണ്ട് ടിക്കറ്റ്സ് അതുകൊണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിളിക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.